നമസ്കാരം. ഷെക്കന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായിട്ടുള്ള ഒരു ബന്ദ് ആഹ്വാനത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ബന്ദ് ആഹ്വാനങ്ങൾ, ഹർത്താൽ ആഹ്വാനങ്ങളൊക്കെ ഈ ഭാരത ജനത കണ്ടിട്ടുള്ളതാണ്. ആ ആഹ്വാനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ ഒക്ടോബർ 3-ാം തീയതി അവർ നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന ബന്ദിന്റെ ആഹ്വാനം നടത്തിയത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡാണ്. അതായത് ഒരു മതസംഘടന, ഒരു മത സ്വഭാവമുള്ള മതസംഘടന തന്നെ ഭാരത ബന്ദിന് ആഹ്വാനം നൽകിയിരിക്കുന്നു. വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു ഒരു ആഹ്വാനം തന്നെയായിരുന്നു അവർ അത് നടത്തിയത്. മാത്രമല്ല, അവർ ആ ബന്ദ് നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന ദിവസവും ആ തീയതിയും ആ സമയവും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. ഒക്ടോബർ 3 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ ചുരുങ്ങിയ ദൈർഘ്യമുള്ള ഒരു ബന്ദ് ആഹ്വാനമൊക്കെ നാം ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത പ്രകാരം ഇവർ തന്നെ ഈ ബന്ദ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്, പിൻവലിക്കുകയല്ല, പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു, മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റുന്നു. ഈ ദിവസങ്ങളിൽ മതപരമായിട്ടുള്ള ചില ആഘോഷങ്ങളൊക്കെ നടക്കുന്ന കാരണമാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ആഹ്വാനം നടത്തിയപ്പോൾ ഇവർ അറിഞ്ഞില്ലേ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. നമുക്കറിയാം, രാജ്യത്തിന് ചുറ്റും നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ജൻസി കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ലഡാക്കിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭം നമുക്കറിയാം. UP കേന്ദ്രീകരിച്ച് നടന്ന ചില പ്രക്ഷോഭങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ ഈ പശ്ചാത്തലത്തിൽ ഈ ബന്ദ് ആഹ്വാനത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ്, അതിൻ്റെ അജണ്ടയെ വളരെ സംശയ ദൃഷ്ടിയോടുകൂടി തന്നെയാണ് പലരും സമീപിച്ചത്. പ്രത്യേകിച്ച് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആ ബന്ദ് ആഹ്വാനം നടത്തിയ പശ്ചാത്തലത്തിൽ ഈ ഒരു ബന്ധാഹ്വാനത്തിന്റെ, പ്രത്യേകിച്ച് രാജ്യമൊട്ടുക്കും നടക്കുന്ന പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുടെ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന പല പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളുടെ ഒരു അജണ്ട എന്താണ്? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു റിട്ടയർഡ് അണ്ടർ സെക്രട്ടറിയും ഒപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനുമായിട്ടുള്ള ശ്രീ സ്റ്റാലിൻ ദേവൻ, ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ സ്റ്റാലിൻ ദേവൻ, നമുക്കറിയാം ഈ ബന്ദ് ആഹ്വാനത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ബന്ദ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു, മറ്റൊരു ഡേറ്റിലേക്കാണ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ബന്ദിന്റെ കാരണമായി ഇവർ പറയുന്ന ആ ഒരു വിഷയം, അത് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം, ഈ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും അംഗീകരിച്ച ഒരു നിയമനിർമ്മാണത്തിനെതിരെ ഒരു മതസ്വഭാവത്തോടു കൂടി നടത്തുന്ന ഒരു പ്രക്ഷോഭം, അതത്ര നിഷ്കളങ്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ ശ്രീ സ്റ്റാലിൻ ദേവൻ? തീർച്ചയായിട്ടും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനങ്ങൾക്ക്, ഇന്ത്യ മഹാരാജ്യത്തിലെ 99% ആൾക്കാർക്കും ഈ വഖഫ് എന്താണെന്നോ, വഖഫ് ആക്ട് എന്താണെന്നോ, വഖഫ് ബോർഡ് എന്താണെന്നോ ഒന്നും തന്നെ അറിയത്തില്ല. എന്റെ കേസ് തന്നെ എടുക്കുക. ഞാൻ കുട്ടിക്കാലത്തെ ഈ വഖഫ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ലേ. അപ്പോഴാണ് ഈ മുനമ്പ് വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിയത്. അപ്പോഴും ഞാൻ കരുതി അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A പറയുന്നത് ഒരു വ്യക്തിക്ക് ഒന്നുകിൽ വസ്തു നഷ്ടപ്പെടണമെങ്കിൽ അത് കോടതിയിലുള്ള ഒരു ഉത്തരവിൽ കൂടി ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ലാൻഡ് അക്വയർ ചെയ്യുന്ന സമയത്ത് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്ന അവസരത്തിൽ ആയിരിക്കാം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു, വിധി വന്നു എന്നാണ് ഞാൻ കരുതിയത്. പിന്നെയാണ് ഈ തമിഴ്നാട്ടിലെ 6ഓളം ഗ്രാമങ്ങൾ വഖഫ് ബോർഡ് ഏറ്റെടുത്തു എന്നുള്ള ആ വാക്കുകൂടെ കേട്ടപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ഇന്റർവ്യൂവിലൊക്കെ ഞാൻ വഖഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഈ ഇന്റർവ്യൂവിൽ കൊടുത്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശ്യം. നാം മനസ്സിലാക്കേണ്ടത്, ഒരാളൊരു വഖഫ് ചെയ്യുമ്പോൾ അതിനുശേഷം അതിന് 2 പാർട്ടുണ്ട്, അതിന്റെ ഫങ്ഷൻസ്. ഒന്ന് മതപരമായ ഫങ്ഷൻസ്, 2 സെക്കുലർ ആയിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോ ഒരു മുത്തവല്ലി എന്റെ മതപരമായ ഇന്ന കാര്യങ്ങൾ ഈ വഖഫിൽ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്തൊരു ശക്തിക്കും അതിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ല. അവിടുത്തെ മുത്തവല്ലിക്കും ഇല്ല, സർക്കാരിനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമതായി വരുന്നത് സെക്കുലർ ഫങ്ഷൻസ് ആണ്. അപ്പോൾ 1954 ആദ്യമായിട്ട് ഈ വഖഫ് ആക്ട് വരിക, അതിലൂടെ തന്നെ ഈ വഖഫ് ബോർഡിന് ഒരു രൂപം കൊടുത്ത അവസരത്തിൽ തുടങ്ങി ഇന്നേ കാലം വരെ ഈ സർക്കാരിനോ വഖഫ് ബോർഡിനോ ഒന്നും തന്നെ ഈ ഒരു വഖഫിന്റെയും മതപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള യാതൊരു റൈറ്റും ഇല്ല. രണ്ടാമതായിട്ടുള്ള ഈ സെക്കുലർ ഫങ്ഷൻസിന് മാത്രമേ ഈ വഖഫ് ബോർഡിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റൂ. അതായത് സോഷ്യൽ, എക്കണോമിക്കൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ, അങ്ങനെയുള്ള വെൽഫെയർ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള പൊതുവായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കാം. അത് എപ്പോൾ കൊടുക്കാം? കേന്ദ്ര ഗവൺമെന്റ് പഴയ വഖഫ് ആക്ടിന്റെ
സെക്ഷൻ 96 എന്തെങ്കിലും നിർദ്ദേശം പൊതുവായിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ വഖഫുകൾക്കും കൊടുക്കുന്ന അവസരത്തിൽ മാത്രമാണ് 97 അടിയിൽ സംസ്ഥാന സർക്കാരിന് അത് ഈ വഖഫുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ബന്ദിന് ആഹ്വാനം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫുകളുടെ സ്വയം ഭരണാവകാശത്തെ ഹനിക്കുന്നതാണ് പുതിയ വഖഫ് നിയമം എന്നാണ് അവർ പറയുന്ന അലിഗേഷൻ. അതിന് കാരണമായി പറയുന്നു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും വഖഫിന്റെ മതപരമായ കാര്യങ്ങളെ വഖഫ് ബോർഡിന് ഇടപെടാൻ കഴിയില്ല. പഴയ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 38 നോക്കുകയാണെങ്കിൽ അതിനടിയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, വഖഫ് ബോർഡിന്റെ ഏറ്റവും വലിയ ഓഫീസറായ സിഇഒയ്ക്ക് പോലും ഈ വഖഫിന്റെ മതപരമായ യാതൊരു കാര്യത്തിലും ഇടപെടാൻ സാധിക്കുന്നതല്ല എന്ന്. അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നത് 97 ഈ വഖഫ് ബോർഡ് അതാത് വഖഫുകളുടെ മതപരമായ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല. അപ്പോൾ ആരാണ് ഒരു വഖഫ് ഭരിക്കുന്നത്? ഒരു വഖഫ് ഭരിക്കുന്നത് അവിടുത്തെ മുത്തവല്ലി മാത്രമാണ്, വഖഫ് ബോർഡ് അല്ല. വഖഫ് ബോർഡിന് ഒരു പോലീസിനെ പോലെ ഒരു സൂപ്പർവിഷൻ നടത്താനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അതായത് ഈ മുത്തവല്ലി വഖഫ് ഉണ്ടാക്കിയ ആൾ നിർദ്ദേശിച്ച പ്രകാരം അതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണോ ഈ മുത്തവല്ലി ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് നോക്കാനുള്ള അധികാരം മാത്രമേ ഈ വഖഫ് ബോർഡിന് ഉള്ളൂ. നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ 1995 ഡ്രാക്കോണിയൻ ആക്ട് ആയ വഖഫ് ആക്ട് 1995 2013 അമെൻഡ് ചെയ്തു. അതിനുശേഷം 12 വർഷം മുമ്പ് ഇന്ത്യയിലെ പല ആൾക്കാരും 1995 വഖഫ് ആക്ടിനെതിരെ സുപ്രീം കോടതിയിൽ ഒരുപാട് കേസുകൾ കൊടുത്തു. അന്ന് സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല. എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയൊക്കെ അതാത് സ്റ്റേറ്റിലെ ഉള്ള ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ഓരോ ഹൈക്കോടതികളും ഓരോ പോയിന്റിനെ കുറിച്ചിട്ട് വ്യത്യസ്തമായ തീരുമാനങ്ങളായിരിക്കും എടുക്കുക. ഇതൊക്കെ അന്തിമമായിട്ട് വീണ്ടും സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. അതും അവിടെ വർഷങ്ങളോളം പെൻഡിങ് ആയിരിക്കും. അപ്പോൾ സുപ്രീം കോടതിക്ക് തന്നെ അതിനൊരു പരിഹാരം കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതിയുടെ അപ്രോച്ച് വളരെ ബിയാസ്ഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഏകദേശം അന്ന് കൊടുത്തിരുന്ന ഹർജിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഈ പുതിയ 2025 വഖഫ് ഭേദഗതി നിയമം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ കൊടുത്തിരുന്ന ഹർജികളിലെ ഏകദേശം 90% പ്രശ്നങ്ങൾക്ക് ഈ പുതിയ വഖഫ് നിയമത്തിൽ കൂടി പരിഹാരം ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനെതിരെ ഈ മുസ്ലിം സംഘടനകൾ, നമ്മുടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സുപ്രീം കോടതിയിലോട്ട് ചെന്ന സമയം തന്നെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോകാൻ ഇതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ ജുഡീഷ്യറി പോലും ഇവിടെ ന്യായയുക്തമായ കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ. അപ്പോ നമ്മുടെ ഈ പുതിയ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ആദ്യമായിട്ട് കേസ് ഫയൽ ചെയ്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിന്റെ പേപ്പർ ബുക്കാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതായത് പ്രസിഡന്റ് ഏപ്രിൽ മാസം 5-ാം തീയതി ഒപ്പിട്ടു. 7-ാം തീയതി ഈ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അപ്പൊ എന്ത് പറ്റി? അവർക്ക് പറ്റിയ ഒരു അബദ്ധം, അത് ഡ്രാഫ്റ്റ് ചെയ്ത് ഹാരിസ് ബീരാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പാർലമെന്റിൽ ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ തന്നെ മുസ്ലിം ലീഗിന് അറിയാമായിരുന്നു ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പാസ്ഡ്, ഇത് പാസ്സാകും എന്ന് മുസ്ലിം ലീഗിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ബില്ലിലുള്ള കാര്യങ്ങൾ വച്ചിട്ടാണ് അദ്ദേഹം ഈ പേപ്പർ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ. പിന്നെയാണ് ഇത് JPC പോകും. JPC പുതിയ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോ ഈ പുതിയ ബില്ലിലുള്ള വ്യത്യാസങ്ങൾ ഈ ഹാരിസ് ബീരാന്റെ പഴയ കേസിൽ പോലും ഇല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായ ഒരു കാര്യം. അപ്പോ ഇന്ത്യയിലെ ഈ നിയമം അഥവാ ഭരണഘടനാ വിരുദ്ധം ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പൊക്കിപ്പിടിക്കേണ്ടിയിരുന്നത് ഈ മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പൊ ഈ മുസ്ലിം ലീഗ് ഇതില് 13 ഭരണഘടനാ വിരുദ്ധതകളാണ് പറഞ്ഞത്. ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമതായി പറയുന്നു, ഈ വഖഫ് നിയമത്തിന്റെ പേര് മാറ്റി. നിങ്ങൾ നാളെ നോക്കൂ, ഇതൊരു ഭരണഘടനാ വിരുദ്ധയാണ്. രാമൻ എന്നുള്ളത് ഗോപാലകൃഷ്ണനാക്കി. അതിലാണ് ഈ ഹാരിസ് ബീരാന്റെ ഒന്നാമത്തെ പരാതി. രണ്ടാമതായി പറഞ്ഞത് നമ്മുടെ മുനമ്പത്തിന് കൂടി ഉപയോഗം വരുന്ന സെക്ഷൻ 2A, അത് പ്രകാരം വഖഫ് ബോർഡിന് ഇനി മേലാൽ സൊസൈറ്റീസിനും ട്രസ്റ്റിനും മേലിൽ അത് വഖഫ് ആക്ടിന്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞു. നാം ആലോചിക്കേണ്ട ഒരു കാര്യം, 1995 മുമ്പ് ഈ സൊസൈറ്റികളും ട്രസ്റ്റുകളും ഒക്കെ തന്നെ ഈ വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരുന്നു. എന്താ അന്ന് ഇത് ഭരണഘടനാ വിരുദ്ധമായിരുന്നില്ല. അതുകൊണ്ട് അതും ഒരു ഭരണഘടനാ വിരുദ്ധം അല്ല. മൂന്നാമതായി പറഞ്ഞത് 5 വർഷം.
പ്രാക്ടീസ് ചെയ്ത ഒരു മുസ്ലിമിന് മാത്രമേ വഖഫ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ റൂൾസ് ഉണ്ടാക്കിയതിനു ശേഷം മുന്നോട്ട് പോകും. അപ്പൊ എല്ലാ ആക്ട് ഏത് ആക്ട് വന്നാലും അതിന് റൂൾസ് വേണം. ഓരോ സെക്ഷനും പ്രത്യേക റൂൾസ് ഉണ്ടാക്കിയാൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. അതും ഒരു ഇമ്പോർട്ടന്റ് കാര്യം അല്ല. അടുത്തതായിട്ട് വഖഫ് ബൈ യൂസറിനെ എടുത്ത് കളഞ്ഞു. സാധാരണ മിക്കവാറും ആർക്കും ഈ വഖഫ് ബൈ യൂസർ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്മെന്റ് റൈറ്റ് പോലെ കാലാകാലം ഒരു വഖഫിന് വേണ്ടി പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവിനെ വഖഫായി കണക്കാക്കാം എന്നുള്ളതാണ് നെഹ്റു കൊണ്ടുവന്ന ഒരു സിദ്ധാന്തം. അല്ലാതെ ഈ ഇസ്ലാമിക നിയമത്തിന്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഈ വഖഫ് ബൈ യൂസർ എന്നുള്ളൊരു സാധനമേ ഇല്ല. ഇത് ഇന്ത്യയിൽ മാത്രം നെഹ്റു കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്ത് പറ്റി? 1923 മുതൽ തുടങ്ങിയ ഈ വഖഫ് ആക്ടുകളിൽ എല്ലാം തന്നെ പറഞ്ഞിരുന്നു നിർബന്ധമായും നിങ്ങൾ അതാത് വഖഫുകൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോ ഇപ്പൊ വന്നിട്ട് സർക്കാർ പറഞ്ഞു മതി, 102 കൊല്ലം നിങ്ങൾക്ക് തന്നു, ഇതിനകം നിങ്ങൾ വഖഫ് ബൈ യൂസറായിട്ട് രജിസ്റ്റർ ചെയ്തുള്ള എല്ലാ വസ്തുക്കളും അതുപോലെ തന്നെ വഖഫ് ബൈ യൂസർ ആയിരിക്കും. പക്ഷേ ഇനി മേലാൽ നിങ്ങൾക്ക് വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് ഇല്ലാത്ത ഒരു വസ്തുവിനെ വഖഫാക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കണ്ണുമടച്ച് ഈ വഖഫ് ബോർഡിന് ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ള ഏത് വസ്തുവും എടുക്കാൻ കഴിഞ്ഞിരുന്നത് ഈ വഖഫ് ബൈ യൂസറിന്റെ അടിയിൽ ആയിരുന്നു. അപ്പോ കോടതി അതിലും ഇടപെട്ടിട്ടില്ല. കോടതി ഇടപെട്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ ഒരു കാര്യം തന്നെ ആയിരുന്നു. നല്ല കാര്യം. അതായത് ഇപ്പൊ സർക്കാർ പറഞ്ഞു, പക്ഷേ അത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടീസ് അത് പ്രൈവറ്റ് ആണെങ്കിൽ അത് റിമെയിൻ ആസ് വഖഫ്. പക്ഷേ സർക്കാരിന് തോന്നുകയാണ് അതൊരു സർക്കാർ പ്രോപ്പർട്ടി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ആദ്യം പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ ഇത് കളക്ടർക്കായിരുന്നു അധികാരം കൊടുത്തിരുന്നത്. കാരണം അദ്ദേഹം ഇത് അന്വേഷിക്കുന്ന നിമിഷം തന്നെ ആ പ്രോപ്പർട്ടിയുടെ സ്റ്റാറ്റസ് വഖഫ് അല്ലാതാകും എന്നാണ് പറഞ്ഞത്. അത് തെറ്റായ ഒരു കാര്യമായിരുന്നു. നമ്മുടെ സെക്ഷൻ 40 പോലെ ആയിരുന്നു അവിടെ എഴുതി വെച്ചത്. അതിലും സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, പക്ഷേ ഈ കളക്ടർക്കല്ല, പുതിയ ഈ JPC പറഞ്ഞത് കളക്ടർക്ക് മുകളിലുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആയിരിക്കും. അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വേണമെങ്കിൽ ഈ ഇതിന്റെ അന്വേഷണമൊക്കെ നടത്താം. ബട്ട് ഹി ഷാൽ നോട്ട് ബി ദ ഫൈനൽ അതോറിറ്റി ടു ഡിസൈഡ് വെദർ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് വഖഫ് ഓർ നോട്ട് എന്നാണ്. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞത് യു ക്യാൻ ക്ലെയിം ഇറ്റ്, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, പക്ഷേ നിങ്ങൾ അതിനായി വഖഫ് ട്രൈബ്യൂണലിൽ പോകണം എന്ന് മാത്രമേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടും അവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഈ ക്ലെയിമാണ്. ആ ക്ലെയിം പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ സ്വമേധയാ തീരുമാനിക്കുന്നതിന് പകരം നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിൽ പോകണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു സ്റ്റേ ഇല്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പോലെ പറഞ്ഞൊരു നിയമപരമായിട്ട് ഈ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്യാം. കാരണം നിയമപരമായി ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സെക്കുലർ സംവിധാനമാണ്. അതായത് ഒരു സെക്കുലർ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഓർഗനാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. പക്ഷേ സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നത് വഖഫ് ബോർഡ് ദേവസ്വം ബോർഡ് ഹിന്ദുവിൻ്റെത്, വഖഫ് ബോർഡ് മുസ്ലിമിൻ്റെത്. അങ്ങനെ അല്ല യഥാർത്ഥത്തിലുള്ള നിയമം. ഇത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the Waqf boards in each state, especially established for the purpose of administration. What the Waqf board does is to carry out the functions which were hitherto being undertaken by the state. It is exercising a part of the state functions and is an instrumentality of the state. അതായത് കോടതി തന്നെ നിയമപരമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ബോർഡല്ല. ഇത് ഒരു സെക്കുലർ സർക്കാരിന്റെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഓർഗൻ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്തുകൂടാ എന്ന് ആലോചിച്ച് നോക്കുക. അതാണ് സുപ്രീം കോടതി ശരിയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇത് ഒരു മുസ്ലിം ഇത് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുസ്ലിമിനെ പോലും അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു കൗൺസിലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മാക്സിമം 4, ബോർഡിന്റെ കാര്യത്തിലാണെങ്കിൽ മാക്സിമം 3. അങ്ങനെയുള്ള ഒരു അടിസ്ഥാനവുമില്ലാത്ത വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയത്. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ എല്ലാം കാട് കയറി വാദിക്കരുത്, ഞങ്ങൾ ഇതൊരു പ്രിലിമിനറി ഇതാണ്, അതുകൊണ്ട് ഏറ്റവും വലിയ ഭരണഘടനാ വിരുദ്ധത നിങ്ങൾക്ക് കാണിക്കാനുണ്ടെങ്കിൽ അത് മാത്രം പറയൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഈ കപിൽ സിബലിനെ പോലും അവിടെ പോയിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ വാദത്തിന് തൊട്ട് പിറ്റേ ദിവസം ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാറ്റ് പോയ ബലൂണാണ് ഈ ഇദ്ദേഹം കപിൽ സിബൽ.
ഇപ്പോ വിധി വന്നപ്പോ അത് തന്നെ സംഭവിച്ചു. പക്ഷേ വിധി വന്ന് ഉടനെ നമ്മുടെ ഹാരിസ് പീരാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എന്താണ് പറഞ്ഞത് നിങ്ങളും ഒക്കെ കണ്ടു കാണും. കേന്ദ്രത്തിന് തിരിച്ചടി, മോഡിക്ക് തിരിച്ചടി. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുപ്രീം കോടതി ഇതുപോലെയുള്ള ഒരു സ്റ്റേ ഉത്തരവിൽ ഈ ഒരു ഇന്ററിം ഓർഡറിൽ കൂടി ഈ നിയമത്തിന് ഒരുപാട് സെക്ഷൻസിന് സ്റ്റേ ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൂരമില്ലാത്ത ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു ഈ വഖഫ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഈ 5 വർഷം പ്രാക്ടീസ് ചെയ്ത മുസ്ലിമിന് മാത്രമേ വഖഫ് ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഒരു മുസ്ലിം നാളെ ഉണ്ടാക്കിയാൽ 5 വർഷത്തിലല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ ഇവിടെ നാട്ടുകാർക്ക് എന്താ പ്രശ്നം? ഈ വഖഫ് ബോർഡ് ഈ ജനങ്ങളെ സ്വയമായി ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല. അതിനെയാണ് ഏറ്റവും ഭരണഘടനാ വിരുദ്ധവും അടിസ്ഥാനപരവുമായ പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇതിനെക്കുറിച്ചിട്ട് വീഡിയോകൾ ചെയ്തു. ഞാൻ ഒരു വീഡിയോ അവസാനിച്ചു ഇതെല്ലാം പഠിച്ചതിന് ശേഷം. ആ വീഡിയോ കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് കുറെയൊക്കെ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിഞ്ഞത്. അപ്പോ ഒരുപക്ഷെ ഈ ഹാരിസ് പീരാൻ ഏറ്റവും നല്ല ഇന്ററിം ഓർഡർ എന്ന് പറഞ്ഞ ആ ഒരു വിധി നിലനിൽക്കെ എന്തിനാണ് ഈ മുസ്ലിം വ്യക്തിഗത ബോർഡ് വന്നിട്ട് ഇങ്ങനെ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്നതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇന്ററിം ഓർഡർ എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡിന്റെ ഓരോ പല്ലും നഖവും ഓരോന്നായി ഊരിക്കളഞ്ഞ ഒരു ഉത്തരവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നമ്മുടെ ജുഡീഷ്യറിയിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ ഈ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ്. അപ്പോ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി അഥവാ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ അപ്പോയിന്റ്മെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അപ്പൊ തന്നെ കോടതി പറയും പറ്റൂല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പൊ ഏറ്റവും ഉയർന്ന ബോഡിയാണ് ഇതിൽ യാതൊരു വിധത്തിലുമുള്ള ഭരണഘടനാ വിരുദ്ധത ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവര് നിയമത്തെ അനുസരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അതിനെ വെല്ലുവിളിക്കാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും നിയമപരമായി സുപ്രീം കോടതി പറയുന്ന രീതിക്ക് ആയിരിക്കണം. അതുകൊണ്ട് അവർ കപിൽ സിബലിനൊക്കെ എത്തി ബൂസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം അതിന്റെ ഫൈനൽ ഭാഗത്തിൽ അദ്ദേഹത്തോട് വാദിപ്പിച്ച് അവരുടെ കേസ് ജയിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായ കടമ. അതിന് പകരം അവരെ ഈ കുറ്റങ്ങളെല്ലാം മറച്ചു വെക്കാനും 1995 ആക്ടിലെ ഭരണഘടനാ വിരുദ്ധകളെയൊക്കെ മറച്ചു വെക്കാനും വേണ്ടി അജ്ഞരായ മുസ്ലിങ്ങളെ ഈ നമ്മുടെ എല്ലാ അവകാശങ്ങളും പോയി ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഒരു ഹർത്താൽ നടത്തിയാൽ മാത്രമേ അവർക്ക് അവരുടെ മുഖം രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ ഹർത്താലിന് ആഹ്വാനം നടത്തിയിരിക്കുന്നത്. മിക്കവാറും എന്റെ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അവർ പോസ്റ്റ്പോൺ അല്ല മാറ്റിവെക്കാനുള്ള സാധ്യതയുമാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ള ഒരു അജണ്ട, ഒപ്പം തന്നെ ഒരു അടിസ്ഥാന രാഹിത്യം കൃത്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ശ്രീ ജോൺസൺ കൊച്ചുറമ്പലിലേക്ക് വരികയാണ്. ശ്രീ ജോൺസൺ കൊച്ചുറമ്പൽ, അപ്പോൾ നേരത്തെ സ്റ്റാലിൻ സാറ് ഇവര് നടത്തുന്ന ഈ ആഹ്വാനത്തിന്റെ ഒരു പൊള്ളത്തരം കൃത്യമായിട്ടും തന്നെ ചൂണ്ടിക്കാണിച്ചു. നമ്മൾ മറ്റൊരു ആംഗിളിലേക്ക് അത് ചിന്തിച്ചു നോക്കുമ്പോൾ ഇവർ ആഹ്വാനം ചെയ്ത ബന്ദ് പിന്നീട് അത് പോസ്റ്റ്പോൺ ചെയ്യുന്നു. ഒപ്പം ലഡാക്കിൽ നടന്ന പ്രക്ഷോഭം, യുപിയിൽ നടന്ന ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ, ഒപ്പം നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള ജൻസി പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആരൊക്കെയോ ഇന്ത്യയെ ലക്ഷ്യമിടുന്നുണ്ട്, ഇന്ത്യയിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നുണ്ട്, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ശ്രീ ജോൺസൺ കൊച്ചുറമ്പൽ. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് നിരീക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. ജോർജ് പറഞ്ഞതുപോലെ ജോർജ് പ്രതിഷേധം അറിയിക്കാനായിട്ട് രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമല്ല സമുദായ നേതൃത്വത്തിനും അവകാശമുണ്ട്. അവർ പ്രതിഷേധിക്കുന്നത് തെറ്റില്ല. പക്ഷേ ബന്ദ് പോലെയുള്ള ഒരു സമര രീതി അത് രാജ്യത്ത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിനെ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ ഏതെങ്കിലും ഒരു സമുദായം വിനിയോഗിക്കുന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. ആ മതേതര രാജ്യത്തെ ഒരു ജനാധി അല്ലെങ്കിൽ മത ധ്രുവീകരണം നടത്തുന്നതിനുള്ള നീക്കങ്ങളായി നമ്മളവയെ കാണേണ്ടി വരും. ജോർജി ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ ബന്ദ് ആഹ്വാനം ചെയ്ത ദിവസമടക്കം വളരെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു, ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. വെള്ളിയാഴ്ച നമുക്കറിയാം സ്വാഭാവികമായും ഏത് സമുദായത്തിന്റെ വിശേഷപ്പെട്ട ദിവസമാണ്. ആ വെള്ളിയാഴ്ച ഭാരത ബന്ദ് പ്രഖ്യാപിക്കുകയും ആ ബന്ദ് രാവിലെ 8 മണി മുതൽ 2 മണി വരെ ഉച്ചക്കത്തെ ആ സമുദായത്തിന്റെ പ്രാർത്ഥനകൾ നടക്കുന്ന സമയം വരെ ആ ബന്ദ് നീട്ടുകയും ആ 2 മണിക്ക് ഈ മുസ്ലിം
സമൂഹത്തിന്റെ പങ്കാളിത്തം തേടാനും നിയമങ്ങളെ കുറിച്ച് അവരുടെ പള്ളികളിൽ സംസാരിക്കാനും മൗലാന ഖാലിദ് സൈഫുള്ള റഹ്മാനി ഈ പള്ളികളിലെ ഖത്തീബുമാരോട് അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തോടെ കാണണം. ഇവിടെ ക്രൈസ്തവ സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചോ സാമൂഹിക വിഷയങ്ങളെ കുറിച്ചോ അവരുടെ തന്നെ സഭകളിലെ മറ്റു നിലപാടുകളെ കുറിച്ചോ ഒരു ഇടയ ലേഖനം ഇറക്കിയാൽ ആ ഇടയ ലേഖനത്തിനെ പൊതുമധ്യത്തിൽ വലിച്ചു കയറാൻ എത്ര പേരാണ് വെമ്പൽ കൊള്ളുന്നത്? ഒരു പള്ളിക്കുള്ളിൽ തന്റെ അജഗണങ്ങളോട് തന്റെ വിശ്വാസികളോട് ഒരു രൂപതയുടെ അധ്യക്ഷൻ ഒരു ആഹ്വാനം നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു സൂചന നൽകിയാൽ, അല്ലെങ്കിൽ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയാൽ അതിനെതിരെ എത്രമാത്രം പ്രക്ഷോഭമാണ് ഇവിടെ നടത്തിയത്? അങ്ങനെ ഒരു സ്ഥലത്താണെന്ന് ഓർക്കണം. ഒരു രാജ്യത്തെ മുഴുവൻ മുസ്ലിം പള്ളികളിൽ ഖത്തീബുമാരോട് പറയുകയാണ്, ഈ 3-ാം തീയതി നടത്തുന്ന ഈ പ്രതിഷേധത്തിന്റെ ബന്ദിന്റെ കാരണങ്ങളെ കുറിച്ച് അവിടെ വരുന്ന വിശ്വാസികളോട് സംസാരിക്കാനും പിന്തുണ തേടുവാനും വളരെ ഗൗരവമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തെ ഒന്നാകെ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു. ബഹുമാനായ സാൻഡി സാർ പറഞ്ഞല്ലോ, സാധാരണപ്പെട്ട മുസ്ലിങ്ങൾക്കൊന്നും ഇതൊരു വിഷയമല്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്, അവർക്കൊന്നും ഇതൊരു പ്രശ്നമല്ല. പക്ഷേ പള്ളിയിൽ ഖത്തീബുമാരെ, അപ്പോ ദേവാലയത്തിൽ ക്രൈസ്തവ സഭയുടെ വികാരിയച്ഛന്മാരുടെ കാര്യം പറയുമ്പോൾ അതിന് ഗൗരവം കൂടില്ലേ? ഇല്ലേ? ഒരു ക്ഷേത്രത്തിലെ പൂജാരി ഒരു കാര്യം പറയുമ്പോൾ അതിന് ഗൗരവം കൂടില്ലേ? അതുപോലെ ഒരു മുസ്ലിം പള്ളിയിലെ ഖത്തീബ് ഈ സമര വിഷയത്തെ കുറിച്ച് പറയാനും അതിന് പിന്തുണ തേടുവാനും ശ്രമിച്ചാൽ അതിന് ഇവിടെ ജാതീയ ധ്രുവീകരണത്തിനുള്ള മാർഗമെന്ന് അല്ലാതെ മറ്റെന്ത് പറയാൻ കഴിയും ജോർജി? അതിനോടൊപ്പം ജോർജി ഇപ്പോൾ 2-ാം ഘട്ടത്തിൽ പറഞ്ഞ കാര്യം, നമ്മുടെ സമീപത്തെ രാജ്യങ്ങളിൽ നടന്ന പുതിയ ഒരു തരംഗം, പുതിയ യുവജനതയെ ഇളക്കി വിട്ടുകൊണ്ട് അവിടെ രാഷ്ട്രീയ അട്ടിമറ നടത്തുന്ന ഒരു നീക്കം, അത് നേപ്പാളിലൊക്കെ വിജയിച്ചു. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ, ഇപ്പൊ കാശ്മീരിലടക്കം മുസ്ലിം സമുദായം ദേശീയതയ്ക്കൊപ്പം ചേർന്നപ്പോ മറ്റൊരു വിഭാഗത്തിന്റെ ആചാരനായി നിന്നിരുന്ന അവിടുത്തെ ഒരു സാമൂഹിക പ്രവർത്തകനെ വിലക്കെടുത്ത് ഒരു ദേശവിരുദ്ധ ജൻസി സമരത്തിലേക്ക് കൊണ്ടുവന്നു നമ്മൾ ലഡാക്കിൽ കണ്ടു. യുപിയിലടക്കം മുസ്ലിം സമുദായത്തെ പിടിച്ചുകൊണ്ട് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, ഇതൊക്കെ വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ മൂവ്മെന്റുകളാണെങ്കിലും ഇതെല്ലാം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടല്ലോ. ആ ഇമ്പാക്റ്റിനെ കോർത്തിണക്കുന്ന പരിപാടിയാണ്. അതായത് കേരളത്തിലും യുപിയിലും കാശ്മീരിലും ബംഗാളിലും ഒക്കെയുള്ള വ്യത്യസ്തമായ ഇത്തരം ചെറിയ മൂവ്മെന്റുകളെ കോർത്തിണക്കുന്ന പണിക്കാണ് ഈ ബന്ദ് നടത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം പള്ളികളിൽ ഈ ഖത്തീബുമാര് ഈ സമരത്തിന്റെ പിന്തുണ തേടുവാനും ഈ സമരത്തെ കുറിച്ച് പറയുവാനും പള്ളികളിൽ ശ്രമിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അപകടം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു മെത്രാന് ഒരു ഇടയലേഖനത്തെ കുറിച്ച് പറയുകയോ ഒരു മെത്രാൻ ഒരു പള്ളിയിൽ പ്രസംഗിക്കുകയോ ചെയ്താൽ അത് ആ രൂപതയിൽ മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ CBCI പറയണം ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവരെ കുറിച്ചുള്ള കാര്യം. ഇത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം പള്ളികളിലും ഈ ബന്ദിന് പിന്തുണ തേടണം, ഈ ബന്ദിന്റെ കാരണങ്ങളെ കുറിച്ച് വിശദീകരിക്കണം എന്ന് പറഞ്ഞാൽ ഈ മതേതര രാജ്യത്ത് മതധ്രുവീകരണം നടത്തുവാൻ ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യത്തിലേക്കാണ്. ഞാൻ ഒന്ന് പറയാൻ ജോർജി, എന്റെ അനുഭവം വെച്ചും ഇപ്പോഴത്തെ എന്റെ ബന്ധങ്ങളും അറിവുകളും വെച്ച് ഞാൻ പറയാം, ദിവാസ്വപ്നമാണ്. ഇന്ത്യ ഭരിക്കുന്നത് പഴയ വഖഫുണ്ടാക്കിയ നെഹ്റു അല്ല. ഇപ്പൊ പി ചിദംബരം ഒടുക്കൻ കുറ്റസമ്മതം നടത്തിയല്ലോ. ആരുടെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നതെന്ന്. ആ കാലഘട്ടം ഒക്കെ പോയി ജോർജി. ഇന്ത്യ ഭരിക്കുന്നത് വ്യക്തമായ കാഴ്ചപ്പാടുള്ള, വ്യക്തമായ നിലപാടുള്ള, ധൈര്യമുള്ള, തന്റേടമുള്ള, ആർജവത്വമുള്ള ഗവൺമെന്റാണ്. അത് NIA റെയ്ഡോടെ കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ രാജ്യം കാക്കുക എന്ന് പറഞ്ഞാൽ ജോർജി, നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കുമ്പോൾ അതിനെ മാത്രം കാക്കുന്നതല്ല രാജ്യം കാക്കുക. രാജ്യം കാക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിനുള്ളിലെ ജനങ്ങളെ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ട് എന്ന് ഇത്തരക്കാർക്ക് നോക്കണം. മുസ്ലിം വ്യക്തിനിയമ ബോർഡിന് അഭിപ്രായ വ്യത്യാസം ബഹുമാനപ്പെട്ട സ്റ്റാൻഡി സാർ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയം, അതിൽ കക്ഷിയായി ചേർന്ന അല്ലെങ്കിൽ അവിടെ ഹർജി കൊടുത്ത
മുസ്ലിം ലീഗ് തന്നെ അവർക്ക് അനുകൂലമാണെന്ന് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്തിനാണ് പ്രതിഷേധം അറിയിക്കുന്നത്? അപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞതാണ് തെറ്റെന്ന് ഒന്നെങ്കിൽ സമ്മതിക്കണം, അല്ലെങ്കിൽ തങ്ങൾ പറയുന്നതാണ് തെറ്റെന്ന് സമ്മതിക്കണം. രണ്ടുപേരും രണ്ട് കാര്യമാണല്ലോ പറഞ്ഞത്. ശരിയല്ലേ സ്റ്റാലിൻ സാറേ? മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പറഞ്ഞത് അവർക്ക് അനുകൂലമായി കോടതി നിലപാടെടുത്തതാണ്. അവർക്ക് അനുകൂലമാണ് കോടതി നിലപാടെങ്കിൽ പിന്നെ എന്തിനാ ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇങ്ങനെ ഒരു സമരാഭാസം നടത്തുന്നത്? അപ്പൊ ഇത് സമരമൊന്നുമല്ല, ഇത് സമരം നടത്താനോ പ്രതിഷേധം നടത്താനോ ഒന്നുമല്ല. ഈ സമരം നടത്തിയാൽ വിജയിക്കില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ഈ സമരം നടത്തുമ്പോൾ ഒരു വലിയ അപകടമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ രാജ്യത്തെ മുസ്ലിം പള്ളികളിൽ മുഴുവനും എല്ലാ ഖത്തീബുമാരും ഇതിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ യോജിക്കുന്ന ഒരു ഭൂരിപക്ഷം ഖത്തീബുമാർ ഈ മെസ്സേജ്, ഈ സമരത്തെക്കുറിച്ചുള്ള, സമരത്തിന് കാരണമായ കാര്യത്തെക്കുറിച്ച് അങ്ങനെ സംസാരിച്ച് അതൊരു ദേശത്തിനെതിരാകുന്നത് വളരെ അപകടകരമാണ്. അത് രാജ്യം ഗൗരവപൂർവ്വം കാണണം. കൃത്യമായി ഇത് നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമുദായിക പ്രസ്ഥാനങ്ങളും ബഹുജന പ്രസ്ഥാനങ്ങളും കൃത്യമായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. ഇത്തരം നീക്കങ്ങൾ രാജ്യത്തിനുള്ളിലെ ഭീകരതയാണ്. രാജ്യത്തിനുള്ളിലെ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ഭീകരതയാണ് ഇത്തരം സമര നീക്കങ്ങൾ. അത് തിരിച്ചറിയണം എന്നാണ് ജോർജി എനിക്ക് പറയണം. യെസ്, വളരെ വ്യക്തമാണ്, തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. നേരത്തെ ശ്രീ സ്റ്റാലിൻ സാർ സൂചിപ്പിച്ചതുപോലെ ഈ വഖഫ് ഭേദഗതി നിയമം അതിനെതിരെയുള്ള കേസുകളൊക്കെ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇതിനെതിരെ നടത്തുന്ന ബന്ദിൻ്റെ ഒരു പൊള്ളത്തരം സ്റ്റാലിൻ സാർ സൂചിപ്പിച്ചു. ഒപ്പം തന്നെ ഇത്തരം പ്രക്ഷോഭങ്ങളിലൂടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ഗൂഢതന്ത്രം ശ്രീ ജോൺസൺ കൊച്ചുറുമ്പൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകൾ, ഇത്തരം ആഹ്വാനങ്ങൾ, അതിൻ്റെ പിന്നിലെ ഒരു അജണ്ട തിരിച്ചറിയുവാൻ ഇവിടുത്തെ മതേതര സമൂഹത്തിന്, പൊതുസമൂഹത്തിന് സാധിക്കട്ടെ. ഈ രാജ്യത്തോടൊപ്പം, ദേശീയതയോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുവാൻ എല്ലാ സമൂഹങ്ങൾക്കും, എല്ലാ വിഭാഗങ്ങൾക്കും സാധിക്കട്ടെ. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പ്രചരണങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു കൗണ്ടർ തീർക്കുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക്, പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രാജ്യം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ വഖഫ് ഭേദഗതി നിയമം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ഇത്രയും വേഗം തന്നെ അത് നടപ്പാക്കി, പ്രത്യേകിച്ച് വഖഫ് അധിനിവേശം മൂലം ദുരിതമനുഭവിക്കുന്ന മുനമ്പം ജനതയെ പോലുള്ള നിരവധി പേരുണ്ട്. അവർക്ക് എത്രയും വേഗം തന്നെ നീതി ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്ന ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ സ്റ്റാലിൻ ദേവൻ, ഒപ്പം തന്നെ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, രണ്ടുപേർക്കും നന്ദി.